കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോമന്റ് സെഷനിൽ വന്നൊരു ഡൗട്ടാണ് ബി, ബീൻ, ബീയിങ് എന്നീ 3 വാക്കുകളുടെ ഡിഫറൻസ് എന്താണ്, ഇതെന്താണെന്ന് പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി, ബീൻ, ബീയിങ് ഇതിൻ്റെ യൂസേഴ്സ് ഇതെന്താണെന്നുള്ള ക്ലാസ് ഭയങ്കര വലിയ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് 3 പാർട്ടായിട്ട് അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി എന്ന വാക്കിനെ കുറിച്ചാണ്. ബി എവിടെയെല്ലാം യൂസ് ചെയ്യാമെന്ന്. ബി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ടു ബി എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് ആണ്. ഇതൊരു ഇറഗുലർ വേർബാണ്. ഇറഗുലർ വേർബ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം ഒരു വേർബ് എടുക്കുകയാണെങ്കിൽ അതിന് 3 ഫോം ഉണ്ട് അല്ലേ? എല്ലാ വേർബിനും ഇല്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വേർബിനും 3 ഫോം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഡു എന്ന് പറയുന്ന വേർബ് എടുക്കുകയാണ്, ചെയ്യുക, ഡു. അപ്പോൾ ഇതിന് 3 ഫോം ഉണ്ട്. എന്തൊക്കെയാണ്? അതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ഡു എന്ന വേർബാണ്. പാസ്റ്റ് ഫോം അതായത് V2 ഫോം എന്ന് പറയുന്നത് എന്താണ്? ഡിഡ് ആണ്. V3 ഫോം എന്ന് പറയുന്നത് ഡൺ ആണ് അല്ലേ? അങ്ങനെ ഒത്തിരി ഫോംസ് ഉണ്ട്, ഒരു 3 ഫോംസ് ഉണ്ട് വേർബിന്. അപ്പം അതേപോലെ തന്നെ ഈ ടു ബി എന്ന് പറയുന്നത് ഒരു ഇറഗുലർ വേർബാണ്. 3 ഫോംസ് ഉണ്ട്, 3ഉം ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കട്ട് എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ എൻ്റെ V1 ഫോം എന്ന് പറയുന്നതും കട്ടാണ്, V2 ഫോം എന്ന് പറയുന്നതും കട്ടാണ്, V3 ഫോം എന്ന് പറയുന്നതും കട്ടാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാം സെയിം ആണ് അല്ലേ? പക്ഷേ ഇറഗുലർ വേർബിൻ്റെ കാര്യത്തിൽ എല്ലാം സെയിം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡു, ഡിഡ്, ഡൺ ഇത് 3ഉം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഇറഗുലർ വേർബ് ആയിരുന്നത്. ടു ബി എന്ന് പറയുന്നത് ഒരു ഇറഗുലർ വേർബ് ആയതുകൊണ്ട് അതിന് പല ഫോംസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഫോംസ് തന്നെയാണ് ഈസ്, ആർ, ആം, വാസ്, വെയർ, ബീയിങ്, ബീൻ. ഇതൊക്കെ ഈ ടു ബി എന്ന് പറയുന്ന വേർബിൻ്റെ പല ഫോംസ് ആണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ടു ബി എന്നുള്ള വാക്കിൻ്റെ ഫോം ഇസ്, ആം, ആർ എന്നാണ്. സബ്ജക്റ്റ് അനുസരിച്ച് ഒന്നെങ്കിൽ ഇസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആം ആയിരിക്കാം, അല്ലെങ്കിൽ ആർ ആയിരിക്കാം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ വാസ്, വെയർ എന്ന ഫോമിലാണ് ടു ബി വരിക. അപ്പോൾ എന്താ? സബ്ജക്റ്റ് അനുസരിച്ച് ഒന്നെങ്കിൽ വാസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെയർ ആയിരിക്കാം. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വിൽ ബി എന്ന ഫോം എടുക്കും. ടു ബി എന്നുള്ളത് ബി ആവും. ഓക്കെ. അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ്, ഹാവ്, ബീൻ എന്ന ഫോം എടുക്കും, ബി. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. കാരണം ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആണ്. ഈ ടു ബി എന്നുള്ള വാക്ക് തന്നെ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രാമർ പാട്ടായതുകൊണ്ടും സ്പോക്കൺ ഇംഗ്ലീഷിന് ഇത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് കൊണ്ടും ഞാൻ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ എടുക്കാം. നമുക്കിനി ബി എന്ന വാക്ക് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്കൊരു കമാൻഡായിട്ട് യൂസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ എന്താണ് ഈ കമാൻഡ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കമാൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണ്. ആ സമയത്താണ് അതൊരു കമാൻഡായിട്ട് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ബി നൈസ്, അതൊരു റിക്വസ്റ്റ് ആണോ? നമ്മൾ ഒരാളോട് അപേക്ഷിക്കുകയാണോ? ഒരു സഹായം പോലെ ചോദിക്കുകയാണോ? അല്ലെ നമ്മൾ പറയുകയാണ് ബി നൈസ്, നീ അത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ബി നൈസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ടിരിക്കുക, നല്ലതാകുക, അതായത് നല്ലതായിട്ട് പെരുമാറുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഒരാളോട് ബി നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കമാൻഡാണ്. നമ്മളൊരു ഓർഡർ കൊടുക്കുന്നത് പോലെയാണ് കമാൻഡ് എന്ന് പറയുന്നത്. ഒരു ഓർഡർ കൊടുക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ ഇതിന് പകരം പ്ലീസ് ബി നൈസ് എന്ന് പറയുകയാണെങ്കിലോ അതൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ. അതാണ് ഇതിൻ്റെ കമാൻഡിൻ്റെയും റിക്വസ്റ്റിൻ്റെ വ്യത്യാസം. റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അപേക്ഷ പറയാണ്, ദയവായി നന്നായിട്ടിരിക്കുക. പക്ഷെ ബി നൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമാൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമാൻഡായിട്ടും അതുപോലെ തന്നെ റിക്വസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബി യുവർ സെൽഫ്, നീയായിട്ട് തന്നെ ഇരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. ബി യുവർ സെൽഫ്. ഇപ്പം ഞാനിവിടെ പ്ലീസ് ബി യുവർ സെൽഫ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ബി യുവർ സെൽഫ്, റിക്വസ്റ്റ്. ഇനി ബി നൈസ്, നന്നായിട്ടിരിക്കുക, ഇതിന് പകരം ഞാൻ പ്ലീസ് ബി നൈസ് എന്ന് പറഞ്ഞാൽ അതെന്താ? റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് കമാൻഡാണ്. ബി ദെയർ അറ്റ് 7, ഇതിൻ്റെ അർത്ഥം എന്താണ്? ബി ദെയർ അറ്റ് 7, 7 മണിക്ക് അവിടെ എത്തുക. ഇപ്പം ഞാൻ പറയുന്നത് ബി ദെയർ അറ്റ് 7 എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ അത് ഒരു ഓർഡറാണ്, നീ ഇത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ പ്ലീസ് ബി ദെയർ അറ്റ് 7 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഒരു അപേക്ഷയാണ്, ദയവായി 7 മണിക്ക് എത്തുക. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു യൂസേജാണ് ശരിക്കും ബിയുടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താണ്? നമ്മളൊരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബി നൈസ് അല്ലെങ്കിൽ
പ്ലീസ് ബി നൈസ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് അടുത്ത യൂസേജ് എന്ന് പറയുന്നത് മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി എന്നീ വാക്കുകൾ വരുമ്പോൾ ഉള്ള യൂസേജ് ആണ്. മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി. പ്ലീസ് നോട്ട് നമുക്ക് ഹാവ് ബി എന്ന് പറയാൻ പറ്റില്ല, ഹാവ് ടു ബി എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഇസ് പ്രോബബ്ലി ട്രൂ എന്ന് വെച്ചാൽ, ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഇസ് പ്രോബബ്ലി ട്രൂ എന്ന് വെച്ചാൽ സത്യമാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സത്യമായിരിക്കാം, സത്യമല്ലായിരിക്കാം, നമുക്കറിയില്ല, പക്ഷെ സത്യമാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. യു മസ്റ്റ് ബി ഹംഗ്രി. യു മസ്റ്റ് ബി ഹംഗ്രി. ഞാൻ നിങ്ങളോട് പറയാണ് യു മസ്റ്റ് ബി ഹംഗ്രി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, എൻ്റെ ഒരു തോന്നൽ പറയാണ്, എനിക്ക് തോന്നിയ കാര്യമാണ്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം, സത്യമല്ലായിരിക്കാം. യു മസ്റ്റ് ബി ഹംഗ്രി എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ഹംഗ്രി ആണോ അല്ലേ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഗെസ് പറയാണ്. അങ്ങനത്തെ ഗെസ്സസ് അല്ലെങ്കിൽ സത്യമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ബി എന്ന ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. മസ്റ്റിൻ്റെയും ബീൻ്റെയും കോമ്പിനേഷൻ. അതുപോലെ തന്നെ നമ്മൾ പറയും ഷീ ഹാസ് ടു ബി ആനീസ് ഡോട്ടർ. ഷീ ഹാസ് ടു ബി ആനീസ് ഡോട്ടർ. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഹാവ് ടു ബി എന്നുള്ള യൂസേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ടു ബി എന്ന് എഴുതിയത്. ഹാവ് ടു ബി സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. ഷീ ഹാസ് ടു ബി ആനീസ് ഡോട്ടർ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ ആനിയുടെ ഡോട്ടർ ആയിരിക്കണം, അതായത് ആനിയുടെ മകളായിരിക്കണം അവൾ. എനിക്കറിയില്ല അത് ആനിയുടെ മകളാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു നിരീക്ഷണം പറയുകയാണ്. എനിക്ക് തോന്നുന്നത് അത് ആനിയുടെ ഡോട്ടർ ആയിരിക്കണം, ആനിയുടെ മകളായിരിക്കണം എന്നാണ്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. സത്യമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളുടെ ഒരു ഗസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാസ് ടു ബി അല്ലെങ്കിൽ ഹാവ് ടു ബി എന്നീ യൂസേജസ്, എന്നീ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് യൂസേജ്, വുഡ് ബി. വുഡ് ബി എന്ന കോമ്പിനേഷൻ അല്ലെങ്കിൽ എന്ന ഈ രണ്ട് വാക്കുകളുടെ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ഈ ഇമാജിനറി സിറ്റുവേഷൻ? സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് ബി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ബി റിയലി സർപ്രൈസ്ഡ് ഇഫ് ഹീ കെയിം. ഐ വുഡ് ബി റിയലി സർപ്രൈസ്ഡ് ഇഫ് ഹീ കെയിം എന്ന് വെച്ചാൽ അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ സർപ്രൈസ്ഡ് ആയേനെ, ഞാൻ അതിശയിച്ച് പോയേനെ. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ അതിശയിച്ച് പോയേനെ. അതിൻ്റെ അർത്ഥം അവൻ വന്നിട്ടില്ല, വന്നിരുന്നെങ്കിൽ ഞാൻ അതിശയിച്ച് പോയേനെ. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാവുന്നതാണ്. ഐ വുഡ് ബി സർപ്രൈസ്ഡ്, ഐ വുഡ് ബി റിയലി സർപ്രൈസ്ഡ്. ഓക്കെ, അപ്പം അതായത് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നടന്നിട്ടില്ല, നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഐ തോട്ട് ഷീ വുഡ് ബി ആംഗ്രി ബട്ട് ഷീ ജസ്റ്റ് ലാഫ്ഡ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ തോട്ട് ഷീ വുഡ് ബി ആംഗ്രി ബട്ട് ഷീ ജസ്റ്റ് ലാഫ്ഡ്. ഞാൻ വിചാരിച്ചു അവൾ ദേഷ്യപ്പെട്ടേനെന്ന്, പക്ഷെ അവൾ ചിരിച്ചതേ ഉള്ളൂ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അവൾ ദേഷ്യപ്പെടും എന്നാണ്, പക്ഷെ ദേഷ്യപ്പെട്ടില്ല. അപ്പം ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഞാൻ വിചാരിച്ചു അവൾ ദേഷ്യപ്പെടുമെന്ന്. ഐ തോട്ട് ദാറ്റ് ഷീ വുഡ് ബി ആംഗ്രി, പക്ഷേ അവൾ ജസ്റ്റ് ചിരിച്ചതേ ഉള്ളൂ. ബട്ട് ഷീ ജസ്റ്റ് ലാഫ്ഡ്. അപ്പം ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ വുഡ് ബി എന്ന കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. അതും ബിയുടെ ഒരു യൂസേജാണ്. നമ്മളിപ്പോൾ പഠിച്ചത് ബിയുടെ യൂസേജസ് ആണ്. ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമാൻഡ്, അതായത് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ബി യൂസ് ചെയ്യാം. പിന്നെ മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി എന്നീ വാക്കുകളുടെ കോമ്പിനേഷൻ, അത് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം സത്യമായേക്കാം എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ, പ്രോബബ്ലി ട്രൂ, സത്യമായേക്കാം അല്ലാതിരിക്കാം, അങ്ങനെ നമുക്ക് സത്യമായേക്കാം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് വുഡ് ബി എന്ന കോമ്പിനേഷനാണ്. അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇമാജിനേറ്റീവ് സിറ്റുവേഷൻ, അതായത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ എന്നുള്ള കാര്യത്തിൽ ഇമാജിനേറ്റീവ് സിറ്റുവേഷനിൽ, നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായേനെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡിൻ്റെയും ബീൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യും. അത് ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, ടു മേക്ക് എ സജഷൻ. ഓരോന്നായിട്ടും അതിൻ്റെ ഓരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ടു മേക്ക് എ സജഷൻ.
ടു മേക്ക് എ സജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുക, എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഷീ ഷുഡ് ബി വർക്കിംഗ് ഇൻ ദിസ് കമ്പനി. ഷീ ഷുഡ് ബി വർക്കിംഗ് ഇൻ ദിസ് കമ്പനി എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതൊരു സജഷനാണ്. ഇത് സജഷനായിട്ട്, ഇത് മൂന്നും നമുക്ക് 3 രീതിയിൽ നമുക്കിത് എടുക്കാം. പക്ഷേ സജഷനായിട്ടാണ് മെയിൻലി നമുക്കിത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. ഇനി അടുത്തത് ടു ടേക്ക് എ ഗസ്. ടു ടേക്ക് എ ഗസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഗസ് ചെയ്തതാണ്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് നമ്മളൊന്ന് ഗസ് ചെയ്യാണ്, നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹീ ഷുഡ് ബി ഹിയർ ബൈ 4 PM. ഹീ ഷുഡ് ബി ഹിയർ ബൈ 4 PM എന്ന് പറഞ്ഞാൽ അവൻ 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തേണ്ടതാണ് എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് വെൻ വിൽ ഹി കം, അവൻ എപ്പോൾ വരും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല. നമുക്ക് ഏകദേശം ഒരു സമയം അറിയാം, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, അവൻ 4 മണിയാകുമ്പോഴത്തേക്ക് എത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എത്തേണ്ടതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഷുഡ് ബി അറൈവിങ് ബിഫോർ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ്. അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഗസ് എടുക്കാൻ നേരത്തെ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്, ഇങ്ങനെ ആണ് സംഭവിക്കേണ്ടത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷുഡ് ബി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ടു ടോക്ക് അബൌട്ട് സംതിങ് സംവൺ ഹാസ് ടു ഡു എന്ന് വെച്ചാൽ എന്താ, ഒരാൾ ഇന്ന കാര്യം ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ പോലെ നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എവ്രി വൺ ഷുഡ് ബി ഹിയർ അറ്റ് 4 PM. ഇതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാവരും 4 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. അതൊരു കമാൻഡാണ്, നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ഒരാൾ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 3 നമുക്ക് ഒരുപോലെ തോന്നും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഷീ ഷുഡ് ബി വർക്കിംഗ് ഇൻ ദിസ് കമ്പനി എന്ന് പറയുമ്പോൾ ഇതൊരു സജഷൻ ആകാം, അവൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഗസ് ആകാം, അവൾ ഈ കമ്പനിയിൽ ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. അതൊരു ഗസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ അവൾ ഈ കമ്പനിയിലായിരിക്കണം വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഓർഡറായിട്ടും ഒരു കമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് ഷുഡ് ബിയുടെ ഒരു പ്രശ്നം. പക്ഷേ ഈ 3 രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ഇത് യൂസ് ചെയ്യേണ്ടതാണ്. സാഹചര്യം അനുസരിച്ച് ഇത് കറക്റ്റായിട്ട് പോകും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹീ ഷുഡ് ബി ഹിയർ ബൈ 4 PM, അതായത് അവൻ എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഹീ ഷുഡ് ബി ഹിയർ ബൈ 4 PM. അവിടെ അതൊരു ഗസ്സാണ്. അപ്പോൾ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബിയുടെ മാത്രം യൂസേജസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിത് 3ഉം ബീയിങ്ങും കൂടി കവർ ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ച് സമയം എടുത്തേനെ. ഞാൻ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിൽ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ടു ബി എന്ന ഇറഗുലർ വെർബിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, പോയാൽ ഇതിലെക്കാട്ടും ക്ലാസ് നീളും. അപ്പോൾ എന്തൊക്കെയാണ് ബിയുടെ യൂസേജ്, നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ബി, അതുപോലെ തന്നെ ഒരു കമാൻഡ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മസ്റ്റ് ബി അല്ലെങ്കിൽ ഹാവ് ടു ബി എന്ന കോമ്പിനേഷൻ നമുക്ക് സത്യമായേക്കാം എന്ന കാര്യത്തിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു മസ്റ്റ് ബി ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടാകാം, സത്യമായിരിക്കാം അല്ലായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാം. എങ്ങനെയാണ് വുഡ് ബി യൂസ് ചെയ്യുന്നത്, ഇമാജിനേറ്റീവ് സിറ്റുവേഷനിൽ, അതായത് സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് നടന്നേനെ എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ബി സർപ്രൈസ്ഡ് ഇഫ് ഹി കെയിം എന്ന് വെച്ചാൽ അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ സർപ്രൈസ്ഡ് ആയേനെ, വന്നില്ല അതുകൊണ്ട് ഞാൻ സർപ്രൈസ്ഡ് ആയില്ല. ഇനി അടുത്ത സിറ്റുവേഷൻ എന്തായിരുന്നു, ഷുഡ് ബി എന്നുള്ള കോമ്പിനേഷൻ എന്താണ്, നമ്മൾ 3 രീതിയിൽ ഷുഡ് ബി യൂസ് ചെയ്യാം. ഒന്ന്, ഒരു ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഹി ഷുഡ് ബി ഹിയർ ബൈ 4 PM എന്ന് വെച്ചാൽ എന്താണ്, 4 PM ആകുമ്പോൾ അവൻ എത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ ഇന്ന കാര്യം ചെയ്യണം, ഒരു കമാൻഡ് പോലെ നമുക്ക് പറയാം. എവ്രി വൺ ഷുഡ് ബി ഹിയർ അറ്റ് 4 PM എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും ഇവിടെ 4 മണിയാകുമ്പോൾ എത്തണം. അതൊരു കമാൻഡാണ്, ഒരു ഓർഡറാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ യൂസ് ചെയ്യാം.
പിന്നെ നമുക്കൊരു സജഷൻ വയ്ക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ ഷുഡ് ബി വർക്കിംഗ് ഹിയർ. അവൾ ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണമായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സജഷനായിട്ട് നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ബി എന്ന വാക്കിൻ്റെ യൂസേജസ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കളക്ട് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഓക്കെ ആണ്, നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ ആൻഡ് ടേക്ക് കെയർ. English Mithra. Stop worrying, start learning.